കഥേമമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രാമേന്ദ്രൻ സാറേ, നമ്മുടെ ഈ ലോകത്തെമ്പാടും ഇപ്പം ഇസ്രയേലാണ് ചർച്ചാ വിഷയം അല്ലേ? ഒരു യുദ്ധത്തിൽ 10,000-3000 പേർക്കൊക്കെ പരിക്കേറ്റുക എന്ന് പറഞ്ഞാൽ സാധാരണയാണ്. പക്ഷേ അങ്ങനെ പരിക്ക് പറ്റിക്കുന്ന ആളുകളുണ്ടല്ലോ, 3000 പേർക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പരിക്ക് ഏൽപ്പിക്കുന്ന ആളുകൾക്കും പരിക്ക് പറ്റും. അപ്പോൾ ഇതൊരു വലിയ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഒരാൾക്ക് പോലും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഈച്ചയ്ക്ക് പോലും പരിക്ക് പറ്റാതെ 4000-ഓളം ഹിസ്ബുള്ളക്കാരെ ഒരു പരുവത്തിലാക്കി. ബാക്കി ടോക്കിയിലും കാറിലും ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ എടുത്ത ആളുകൾ തോട്ടി കളയാന്ന് പറഞ്ഞു. എപ്പോഴെന്ത് പൊട്ടിത്തെറിക്കുമെന്ന് അറിയില്ല. ചില പുസ്തകങ്ങളും എടുത്ത് കളയുന്നുണ്ടെന്ന് പറയുന്നു. ഇനി അതിൻ്റെ അകത്ത് ഉണ്ടാവുമോ? അതെ. അപ്പോൾ എന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഇത് മൊസാദാണെന്ന് പറയുന്നു. മൊസാദിൻ്റെ കഥ നമുക്കൊന്ന് പറഞ്ഞാലോ? ഏതെങ്കിലും മൊസാദിൻ്റെ കഥ? അതെ, മൊസാദ് എല്ലായിടത്തും വിജയിക്കും, വലിയ പുള്ളികളാണെന്നൊക്കെയാണല്ലോ കഥകളല്ലേ. അങ്ങനെ അല്ലാതെ ഒക്ടോബർ 7 വലിയ പുള്ളിയല്ല എന്ന് തെളിഞ്ഞു എന്നാണ് ഈ പലസ്തീൻ അനുകൂലികൾ പറയുന്നത്. അത് പക്ഷെ മൊസാദ് പുറത്താണല്ലോ പ്രവർത്തിക്കുന്നത്. ഇതകത്തേക്ക് കയറിയതാണ്, പുറത്തറിയേണ്ടതായിരുന്നു. അതെ. ഇത്രയും ആളുകൾ കയറി 1500 പേരെ കൊന്ന് കുറേ പേര് പിടിച്ചുകൊണ്ടും പോയിട്ടും മൊസാദ് അറിഞ്ഞില്ല. മൊസാദ് തോറ്റ ഒരു കഥയാണ് ഒക്ടോബർ 7. മൊസാദ് അതിന് മുമ്പ് 1954 പിന്നെയും തോറ്റിട്ടുണ്ടോ? ഈജിപ്തിൽ അത് വലിയ തോൽവിയായിരുന്നു. അന്ന് പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. അതെന്താ കഥ? ആ കഥ പറയാം. അതായത് അവർക്ക് 3 സേന ഉണ്ട്: മൊസാദ്, ഷിൻബത്ത്, അമൻ. അവരുടെ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ, ഇന്റലിജൻസ് ബ്യൂറോ പോലെ, നമ്മുടെ റോ പോലെയാണ് മൊസാദ് എന്നൊക്കെ പറയാം. പുറത്തുള്ള ഓപ്പറേഷനൊക്കെയാണ്. അമൻ എന്ന് പറയുന്നത് നമ്മുടെ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലെ. അതെ, അങ്ങനെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച്. അതെ. 1954 മറ്റേ ഇസ്രയേലിലെ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് ബെൻഗൂറിയൻ റിട്ടയർ ചെയ്തു. ഡേവിഡ് ബെൻഗൂറിയൻ. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് ടെലവീവിൽ ഇറങ്ങുന്ന ഡേവിഡ് ബെൻഗൂറിയൻ വിമാനത്താവളത്തിലാണ്. ശരി. അദ്ദേഹത്തിൻ്റെ പേര് വിമാനത്താവളത്തിന് ഇട്ടു. എന്നിട്ട് മോശെ ഷാറത്ത് പ്രധാനമന്ത്രിയായി. പ്രതിരോധ മന്ത്രി പിൻഹാസ് ലബോൺ അദ്ദേഹമാണ് പക്ഷെ ഭരിച്ചുകൊണ്ടിരുന്നത്. മോശെ ഷാറത്ത് ഒരു പാവ മാത്രമായിരുന്നു. ഭരിക്കാനൊന്നും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പിൻഹാസ് ലബോണിന് ബെൻഗൂറിയനുമായിട്ട് നല്ല ബന്ധമായതുകൊണ്ട് ബെൻഗൂറിയൻ വിരമിച്ചെങ്കിലും അവർ തമ്മിലുള്ള ഹോട്ട്ലൈൻ ഉണ്ടായിരുന്നു. അങ്ങനെ സേനയുടെ മേധാവി അന്ന് മോശെ ദയാൻ. പിന്നീട് ഭരണത്തിലേക്കൊക്കെ വന്ന ആളുകൾ. ആ മോണക്കൾ ഉണ്ടായിരുന്നില്ലേ, ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് പോകുന്ന ആള് മോശെ ദയാൻ. ഡയറക്ടർ ഷിമൺ പെറസ്, പിന്നീട് പ്രധാനമന്ത്രിയൊക്കെ ആയില്ലേ ഷിമൺ പെറസ്. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്രധാനമന്ത്രിയെ മൈൻഡ് ചെയ്തേയില്ല. അവരും ബെൻഗൂറിയനാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മോശെ ദയാൻ പട്ടാള മേധാവി, ഡയറക്ടർ ഷിമൺ പെറസും. അവരും ബെൻഗൂറിയൻ വിരമിച്ചെങ്കിലും, കാരണം ബെൻഗൂറിയൻ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ വലിയ എന്താ പറയുക, ആചാര്യൻ എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഒരാളാണ് കണ്ടുകൊണ്ടിരുന്നു. മൊസാദിനെ ആ സമയത്ത് സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഈ അമൻ എന്ന് പറഞ്ഞ സംഘടനയുണ്ടല്ലോ, ചാരസംഘടന, അവരെ ലവോൺ കൊണ്ടുവന്നു. എന്നിട്ട് ലവോണിൻ്റെ തീരുമാനമാണ് ഇനി മൊസാദ് വിദേശത്തെ ഓപ്പറേഷനൊന്നും കാര്യമായിട്ട് നോക്കണ്ട, സഹായിച്ചു കൊണ്ടിരുന്നാൽ മതി ഓപ്പറേഷനിൽ, അത് അമൻ ചെയ്തോളും എന്നയാൾ പറഞ്ഞു. മണ്ടൻ തീരുമാനമാണ്. അങ്ങനെ ഈജിപ്തിൽ ആ സമയത്ത് ഫറൂഖ് രാജാവാണ് ഭരിച്ചിരുന്നത്. ഫറൂഖ് രാജാവിനെ അട്ടിമറിച്ച് ഗമാൽ അബ്ദുൽ നാസർ ഭരണത്തിലേക്ക് വന്നു. നാസർ നെഹ്റുവിൻ്റെ വലിയ സുഹൃത്തൊക്കെ ആയിരുന്നു, സോഷ്യലിസ്റ്റാണ്. അവിടെ പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് സൂയസ് കനാൽ ബ്രിട്ടീഷ് ഭരണത്തിൽ തന്നെ ആയിരുന്നു. പക്ഷെ സൂയസ് കനാൽ ഏതാണ്ട് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സിലാണ് ബ്രിട്ടൻ നിന്നിരുന്നത്. നാസർ വരുമ്പോൾ സൂയസ് കനാൽ ഈജിപ്തിന് തന്നെ വിട്ടുകൊടുക്കുന്ന അവസ്ഥ. അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ഇസ്രയേലിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവർ സിനായി ആക്രമിക്കും ഈജിപ്ത് എന്നായിരുന്നു ഇസ്രയേലിനൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ കനാൽ ഭരിച്ചത് ആംഗ്ലോ ഫ്രഞ്ച് കമ്പനിയാണ്. കനാൽ ഭരിച്ചുകൊണ്ടിരുന്നതാണ് ഈ ബ്രിട്ടീഷ് ഫ്രഞ്ച് കമ്പനി. അപ്പോൾ ഇസ്രയേലിന് ആ പേടി വന്നു കഴിഞ്ഞപ്പോൾ
അത് കഴിഞ്ഞിട്ട് തിരിച്ചും അടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറബ് രാഷ്ട്രങ്ങൾ നമ്മളെ ഉപരോധിക്കില്ലേ എന്നുള്ള ഭയവും കൂടി ഇസ്രയേൽ വന്നിട്ടേ ഉള്ളൂ. വന്നിട്ട് 9 കൊല്ലല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ ആ ഭയമൊക്കെ ഉണ്ടായിരുന്നു. 1954 വേനലിൽ ബ്രിട്ടൻ സൂയസ് കനാൽ ഈജിപ്തിന് തന്നെ കൊടുത്ത് പലായനം ചെയ്യാനായിട്ടുള്ള തീരുമാനം വന്നു. അപ്പോൾ ഇസ്രയേൽ എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ ബ്രിട്ടൻ പോകാതിരിക്കാനുള്ള ഓപ്പറേഷൻ, മറ്റേ ബ്രിട്ടൻ അവിടെ തന്നെ നിൽക്കണം. നിന്നാലേ ഈ സൂയസ് കനാൽ ബ്രിട്ടന്റെ കസ്റ്റഡിയിൽ ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഈജിപ്തിന് പോകും. അവർ സിനായി ആക്രമിക്കും, നമ്മളെ ആക്രമിക്കും. അതിൽ അത് മുസ്ലിം ആക്രമണം ഉണ്ടാവും. അത് തന്നെ ജൂതന്മാർക്കെതിരെ ഒരു അറബ് ആക്രമണം ഉണ്ടാവും എന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ഈജിപ്തിൻ്റെ അകത്ത് ഈ ഇസ്രയേലിൻ്റെതായ ഒരു ചാരശൃംഖല കെട്ടിപ്പടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അറബികളാണെന്നുള്ള നാട്യത്തിൽ അവിടെയുള്ള ജൂത സമൂഹത്തിൽ നിന്ന് ഈജിപ്തിലെ കുറേ പിള്ളേരെയൊക്കെ പെറുക്കി എടുത്ത് ഇങ്ങനെയൊക്കെ ഭാവിക്കാനൊക്കെ ഏർപ്പാട് ചെയ്തു. ബ്രിട്ടീഷുകാരെയും അമേരിക്കക്കാരെയും ലക്ഷ്യം വയ്ക്കുക, ആക്രമിക്കുക. അമേരിക്കൻ സെൻറ്റർ, ബ്രിട്ടീഷ് സെൻറ്ററുകളൊക്കെ കാണുമല്ലോ, ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഒക്കെ ആ കാലത്ത്, അതൊക്കെ ആക്രമിക്കുക എന്നൊക്കെ ഉദ്ദേശിച്ചു. ബ്രിട്ടീഷ് കൗൺസിൽ, അമേരിക്കൻ ഇൻഫർമേഷൻ സെൻറ്റർ, ഇതൊക്കെ ആക്രമിക്കുക. കെയ്റോയിലെയും അലക്സാൻഡ്രിയയിലെയും ഒക്കെ ആക്രമിച്ചിട്ട് ആ ആക്രമിച്ചതിൻ്റെ കുറ്റം മറ്റേ നാസറിൻ്റെ മുകളിൽ ചാരുക അവിടെ തന്നെ. കാരണം നാസറിന് ഈ ഇസ്ലാമിക് ബ്രദർഹുഡുമായിട്ട് വലിയ ബന്ധമായിരുന്നു. അപ്പോൾ ബ്രദർഹുഡാണ് ഇത് ചെയ്തതെന്ന് വരുത്തി തീർത്താൽ മതി. അപ്പോൾ അതായിരുന്നു പദ്ധതി. 1928 ഈ ഹസൻ അൽ ബന്ന തുടങ്ങിയ മുസ്ലിം ബ്രദർഹുഡാണ് ഈജിപ്തിൽ തന്നെ. അപ്പോൾ അതിനെയും നാസർ സംശയിക്കാൻ സാധ്യതയുണ്ട് ഇത് സംഭവിച്ചാൽ. ഞാൻ ഏർപ്പെടുത്തിയതല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ മുസ്ലിം ബ്രദർഹുഡ് ചെയ്തതായിരിക്കില്ല. അവർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വരും. ഇസ്രയേലിനെ സംശയിക്കുകയില്ല എന്നാണ് ധരിച്ചത്. അങ്ങനെ ഇസ്രയേൽ കേണൽ മൊർദാച്ചി ബെൻസൂറിനെ അവിടെ ഇസ്രയേലിലേക്ക് വിളിച്ചു, ഈജിപ്തിൽ നിന്ന്, അവരുടെ ചാര നേതാവ്. എന്നിട്ട് ഈജിപ്തിലെ ജൂതരുടെ സംഘത്തിനെ ഉണ്ടാക്കാൻ പറഞ്ഞു. മൊസാദും ഷിൻബത്തും അപ്പോൾ ഈ ഓപ്പറേഷനിൽ കൂടി ചേരാൻ പറഞ്ഞു, ചേർന്നു. പക്ഷേ ഈ പിള്ളേര് ജൂത സംഘം കണ്ടാൽ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, സുന്ദരന്മാരായിരുന്നു, പക്ഷെ വിഡ്ഢികളായിരുന്നു. സാധാരണ ജൂതന്മാരില് അതെ, ജൂതന്മാരെ അങ്ങനെ കാണില്ല. ഇവരെന്താന്ന് വെച്ചാൽ ഇവരുടെ ഈ രഹസ്യയോഗങ്ങളൊക്കെ ചേർന്നത് പൊതുസ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു, പാർക്കുകളിലൊക്കെ. പിന്നെ അവരുടെ വീടുകളിലൊക്കെ ഈ രഹസ്യയോഗം ചെയ്തിരുന്നു. നമ്മളെങ്ങനെ സ്ഫോടകം വെക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ ഇതിലാണ് തീരുമാനിക്കുന്നത്. റേഡിയോ സെറ്റ് ഇസ്രയേലിൽ നിന്ന് ഇവർക്ക് കൊടുത്തിരുന്നു. അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള വിവരം ഇവർക്കുണ്ടായിരുന്നു. അവർക്ക് ട്രെയിനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, പരിശീലനം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈജിപ്തിലെ സ്പൈസിന് തന്നെ ചാരന്മാർക്ക്, ഈജിപ്ത് ചാര സംഘടനയ്ക്ക് തന്നെ ഇവരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റി. സംശയം ഉണ്ടായിരുന്നു ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയുധങ്ങൾ വേണമല്ലോ പൊട്ടിത്തെറിക്കാനുള്ള. ഇവർ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോണ്ടമൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് ആസിഡ് നിറയ്ക്കുക. അത് ഉരുകി പോയില്ലേ? അതിൽ ആസിഡ് നിറയ്ക്കും. പിന്നെ ഈ കന്നഡ കേസുകളില്ലേ, ഈ കന്നഡയുടെ ഒക്കെ ഇങ്ങനത്തെ കേസുകൾ, അതിൻ്റെ അകത്തൊക്കെ സ്ഫോടക വസ്തു വയ്ക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ആയുധങ്ങൾ, ആയുധ സൃഷ്ടി ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇസ്രയേലിൽ നിന്ന് ഉത്തരവ് വന്നു, ഇനി ഉടൻ തന്നെ നമുക്ക് പലയിടത്തും തകർക്കാനുണ്ട്. സാംസ്കാരിക വാർത്താവിനിമയ സ്ഥാപനങ്ങളൊക്കെ തകർക്കുക, സാമ്പത്തിക സ്ഥാപനങ്ങൾ തകർക്കുക, കാറുകൾ, ബ്രിട്ടീഷ് പ്രതിനിധികൾ, ബ്രിട്ടീഷ് പൗരന്മാർ, നയതന്ത്ര ബന്ധം വഷളാക്കാനുള്ള എന്തും ചെയ്യുക. ഓർഡർ അങ്ങനെ തന്നെ, ഓർഡറൊക്കെ ഞാൻ വായിച്ചു ഇപ്പോൾ ചെയ്തു. എന്നിട്ട് ഈ എപ്പോഴും എല്ലാ ദിവസവും 7 മണിക്ക് ഇസ്രയേലിൽ നിന്ന് ഞങ്ങൾ ബന്ധപ്പെടും. വേവ് ബാൻഡ് ജി, എവിടെ ഈ പിള്ളേർക്ക് വേവ് ബാൻഡ് ജി റേഡിയോ സെറ്റ് ഒന്നും അറിഞ്ഞുകൂടാ, ഇതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അലക്സാൻഡ്രിയയിലെ പോസ്റ്റ് ഓഫീസിലൊരു സ്ഫോടനം നടത്തി പരീക്ഷണാർത്ഥം.
പോസ്റ്റ് ഓഫീസിൽ വല്ല കാര്യമുണ്ടോ? പിന്നെ അമേരിക്കൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസ് കെയ്റോയിലും ഒരു സംശയം, ഈ പോസ്റ്റ് ഓഫീസിൽ ഫോൺ നടത്തിയ ഡിവൈഎഫ്ഐക്ക് അവിടെ യൂണിറ്റ് ഉണ്ടോ? അതെന്താ അത്? സാറിന് ഡിവൈഎഫ്ഐ അല്ലേ മോദിക്കെതിരെ സമരം തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിലേക്ക്? ബാക്കി പറ. അവിടെ ഏരിയ കമ്മിറ്റി ആ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്തേ. അതെ 57 എന്നൊക്കെ പറയുമ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് സ്ഫോടനം നടത്തിയിട്ട് എന്ത് ചെയ്തു ഇവര്? അതാണ് നമ്മൾ പറഞ്ഞത്. അത് ചെറുകിട ഇതാണ്. ഈ ഇപ്പം 3 ഗ്രാം മരുന്ന് വെച്ച പോലത്താണ്. ഇതൊരു ഭീകര സ്ഫോടനമൊന്നുമല്ല. അത് ഇനി പറയുമ്പോൾ മനസ്സിലാവും. US ഇൻഫർമേഷൻ സെന്റർ അതൊരു മൂലയ്ക്ക് എന്തോ പൊട്ടിത്തെറിച്ചു എന്നുള്ള മട്ടിലാണ്. അങ്ങനത്തെ പരിപാടികളാണ്. ഓഫീസ് കെയ്റോ അലക്സാൻഡ്രിയ. സൺഗ്ലാസ് കേസസിലൊക്കെയാണിത്. സൺഗ്ലാസിൻ്റെ കപ്പ അടച്ചു വരുന്ന പെട്ടിയിൽ ചെറിയ. എന്നിട്ട് തിയേറ്ററുകൾ, സിനിമ തിയേറ്റർ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇതൊക്കെ അവർ ടാർഗറ്റ് ചെയ്തിരുന്നു. ഇവിടെ വെച്ച ഒരു സ്ഫോടകവും പൊട്ടിയില്ല, ഒന്നും പൊട്ടിയില്ല, ആർക്കും ഒന്നും പറ്റിയില്ല. അപ്പോൾ അലക്സാൻഡ്രിയയിൽ ഇവർ ഒരു തിയേറ്ററിൽ മറ്റേ അവിടെ എവിടെയോ കൊണ്ടുപോയി ഇതുപോലെ സ്ഫോടകം വെച്ചത്. ഗ്ലാസ് ആണല്ലോ, സൺഗ്ലാസ്. അത് ഈ തിയേറ്ററിൽ ക്യൂ നിൽക്കുന്ന ഫിലിപ്പ് നഥാൻസൺ എന്ന് പറഞ്ഞ ടിക്കറ്റിന് ക്യൂ നിൽക്കുന്നവൻ തിയേറ്ററിൽ, അവൻ അതെടുത്ത് പോക്കറ്റിലിട്ടു. എന്നിട്ട് തിയേറ്ററിലെ ക്യൂവിൽ നിൽക്കുമ്പോൾ ഈ ഗ്ലാസ് കീശയിൽ പൊട്ടിത്തെറിച്ചു. അയ്യോ, ആദ്യമായിട്ട് പൊട്ടുന്ന അതാണ് പൊട്ടിത്തെറിച്ചത്. ഇത് അപ്പോൾ ഇവനെ ഈ മരണത്തിൽ നിന്ന് ഈജിപ്ത് പോലീസും ചാരസംഘടനയൊക്കെ നോക്കുന്നുണ്ടായിരുന്നല്ലോ. അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൻ അവിടെ തന്നെ വലിയ പരിക്കില്ലാതെ. പക്ഷേ ഇതാരാണ് ഈ ഗ്ലാസ് കേസൊക്കെ വെച്ചതെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു ഈജിപ്ത് പോലീസിനെ. എല്ലാവരെയും പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ ഒരു തലവനായിട്ട് ഈ മൊസാദും ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ, മാക്സ് ബെന്നറ്റ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഈ ജൂതപ്പേരയാളുടെ മേയർ മാക്സ് ബിനത്ത് എന്നായിരുന്നു. അയാൾ മൊസാദിലെ ലഫ്റ്റനൻറ്റ് കേണലായിരുന്നു. ഈജിപ്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ആൾ. അയാൾ മാത്രമേ ഈ മൊസാദ് ഇതിനെ പറ്റിയൊക്കെ എങ്ങനെയാണെന്ന് വിവരമുള്ള ഒരാൾ. അയാളാണ് ഇവരെയൊക്കെ പിള്ളേരെയൊക്കെ നയിച്ചിരുന്നത്. അയാൾക്ക് ജർമ്മൻ ഭാഷ നന്നായിട്ട് അറിയായിരുന്നു. അയാൾ കുറേ കാലം യുവാവായിരുന്നപ്പോൾ ഒക്കെ ജർമ്മനിയിലൊക്കെയാണ് ജോലി ചെയ്തിരുന്നതൊക്കെ. അപ്പോൾ ജർമ്മൻ ബിസിനസ്സുകാരനെ പോലെയാണ് ഭാവിച്ചുകൊണ്ടിരുന്നത് അയാൾ ഈജിപ്തിൽ. മൊസാദ് എന്ന് ഭാവിക്കാൻ പറ്റില്ലല്ലോ. വോൺ ലുഫ്തൻബർഗ് എന്നുള്ള പേരിലാണ് അയാൾ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അയാൾ ഈ ദിവ്യാംഗന്മാരുണ്ടല്ലോ, അംഗവൈകല്യമൊക്കെ വന്നവർക്കുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഉടമയായിട്ടാണ് അവിടെ ഭാവിച്ചുകൊണ്ട് നടന്നിരുന്നത് ബിസിനസ്സുകാരൻ. അയാൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ്സൽ നിനിയയ്ക്ക് വിക്ടോറിയ നിനോ എന്നും പേരുണ്ട്. ഈ സംഘത്തിലെ ഒരു ഏക പെൺകുട്ടിയായിരുന്നു അത്. ആ പെൺകുട്ടിക്ക് ഇയാൾ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു 2 തവണ. അപ്പോൾ ഒരു തവണ പൈസ കൊടുക്കുമ്പോഴാണ് ഇയാളെ പോലീസ് പൊക്കുന്നത്. ശരിക്ക് അവർ തമ്മിലുള്ള ഈ പൈസ കൊടുക്കുന്ന സമയത്താണ് ഈജിപ്ഷ്യൻ പോലീസ് പിടിച്ചു. അപ്പോൾ ഈ സ്ത്രീയെ പിടിച്ചു, പെൺകുട്ടിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളാണ് ഇത് മുഴുവൻ നയിക്കുന്നതെന്ന് മനസ്സിലായി. തത്തമ്മ പൂച്ച പോലെ മുഴുവൻ. പണ്ട് തമ്പി എന്ന് പറഞ്ഞ ഒരാളെ ടെക്മാനായിട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. നിലമ്പൂര് ടെക്മാൻ. ഈ ടെക്മാൻ ഇവിടെ ആലുവയിലോ ചൊവ്വരയിലോ മറ്റോ വെച്ച് പോലീസ് പൊക്കിയപ്പോൾ ഇയാൾ കംപ്ലീറ്റ് ചരിത്രം പോലീസിന്. പേരൊക്കെ കിടിലായിരുന്നല്ലേ ടെക്മാൻ. കീറ കടലാസിൽ ദിനേശ് പിയുടെ കവറിൽ എഴുതിയ കടലാസം കൊണ്ട് പോണ പാർട്ടിയാണ്. അതെ. അപ്പോൾ അങ്ങനെ പറ്റി ഞാൻ ഈ തമ്പിയെ ഓർത്ത് ഈ കഥ വായിച്ചപ്പോൾ അങ്ങനെ ഒറ്റി ഈ പെൺകുട്ടി മാഴ്സൽ നിനിയോ ഇയാളെ ഒറ്റി. എന്നിട്ട് ഇയാളെ പിടിച്ച് ജയിലിലിട്ടു. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടതിയിൽ വിചാരണ നടക്കുന്നതിൻ്റെ തലേന്ന് ഇയാൾ തടവറയിൽ ആത്മഹത്യ ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാൾക്ക് തുരുമ്പ് പിടിച്ചൊരു ആണി ഈ തടവറയിൽ കിട്ടി. ആ ആണി കൊണ്ട് അയാൾ ഞരമ്പ് മുറിച്ചു. അങ്ങനെയായിരുന്നു ആത്മഹത്യ ചെയ്തത്. കാരണം അയാൾക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ടല്ലോ മൊസാദിൻ്റെ. അപ്പോൾ ഇതറിയാം. ഇനി നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഈ പെൺകുട്ടിയില്ലേ മഴ്സൽ നിനോ, ഈ നിനോ 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ മൊസാദിൻ്റെ പരിശീലനം കിട്ടിയിട്ടില്ലല്ലോ. കുട്ടിയല്ലേ അവിടെ നിന്നുള്ള.
ആത്മഹത്യാ ശ്രമം വിജയിച്ചില്ല. 1968 തടവുകാരെ തമ്മിൽ കൈമാറ്റം ചെയ്യുന്നൊരു പദ്ധതി ഇസ്രയേലും ഈജിപ്തും തമ്മിൽ വന്നു 1968. അപ്പോൾ ഈ മെർസേൽ നിനിയോയെ വിട്ടയച്ചിട്ട് ഇസ്രയേലിൽ അവർ വന്നിറങ്ങിയത് ഒരു വീരനായികയെ പോലെയാണ്. ഓ, മെർസേൽ നിനിയോ 3 കൊല്ലം കഴിഞ്ഞിട്ട് അവരുടെ വിവാഹത്തിൽ പ്രധാനമന്ത്രി ഗോൾഡ മേയർ പങ്കെടുത്തു. ഓ, അത് ശരി. ഏതായാലും അവരുടെ രാജ്യത്തിന് വേണ്ടി പരാജയപ്പെട്ട ഒരു ദൗത്യം ചെയ്ത ആളെ പോലും ആദരിക്കുന്ന ഒരു പാരമ്പര്യം ഇസ്രയേലിനുണ്ട്. അതൊക്കെ അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഒരു കഥ പറഞ്ഞിരുന്നില്ലേ, മിഗ് ഇറാഖിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത്. അയാള് വലിയ വീരനായിരുന്നില്ലേ അവിടെ. അതെ അതെ. നമ്മുടെ ജെയിംസ് ബോണ്ട് സിനിമകളുടെ നായകൻ അവിടെ പോയി അയാളെ കാണുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തില്ലേ. അത് പിന്നെ സിനിമയായി. ഏതായാലും നമ്മൾ ഇസ്രായേലിൻ്റെ കഥ പറയുമ്പോൾ മൊസാദിൻ്റെ വീരഗാഥകൾ മാത്രമല്ല, മൊസാദിന് നേരിട്ട് പങ്കൊന്നുമില്ല, എന്നാലും ഓപ്പറേഷൻ മൊസാദിന്റെ ആളാണ്. ഓപ്പറേഷൻ സൂസന്ന എന്നൊരു തോറ്റ കഥ കൂടിയുണ്ട്. അത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. അതിൽ നിന്ന് അവർ പാഠം പിടിച്ചിട്ടുണ്ടാവും. അതെ അതെ, പിന്നെ തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.